friends, welcome back to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 5 ട്രിഗ്നോമെട്രി. ഈ ചാപ്റ്ററിന് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ട്രയാങ്കിൾസ് വിത്ത് ആംഗിൾസ് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മെഷർ ഓഫ് ആംഗിൾസ് ലൈക്ക് സൈന് കൊസൈന് ടാന് അതൊക്കെയാണ്. പിന്നെ ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്സ് യൂസ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്. ആദ്യം നമുക്ക് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 എന്നായിരിക്കും. അതായത് ഇത് 1 ആണെങ്കിൽ ഇതും 1 ആയിരിക്കും, ഇത് √2 ആയിരിക്കും. ഇനിയിപ്പോൾ 1 അല്ല ഇത് 2 ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും, ഇത് 2 ആയിരിക്കും, ഇത് 2√2 ആയിരിക്കും. ഇനി 3 ആണെങ്കിലോ ഇത് 3 ആയിരിക്കും, ഇത് 3 ആയിരിക്കും, ഇത് 3√2 ആയിരിക്കും. 4 ആണെങ്കിൽ ഇത് 4, ഇത് 4, ഇത് 4√2 അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് അതായത് സൈഡ്സ് ഓഫ് എനി ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. ഓക്കെ, ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 എന്നായിരിക്കും. അതായത് ഇത് 1 ആണെങ്കിൽ ഇത് √3 ആണ്, ഇത് 2 ആയിരിക്കും. ഇനി ഇത് 2 ആണെങ്കിലോ, ഇത് 2 ആണെങ്കിൽ ഇത് 2√2 ആയിരിക്കും, ഇത് 2 × 2 അതായത് ഇത് 4 ആയിരിക്കും. 3 ആണെങ്കിൽ ഇത് 3 ആണെങ്കിൽ 3√2 ആയിരിക്കും, ഇത് 6 ആയിരിക്കും. ക്ലിയർ? സോ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി, അതായത് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ തീരുമാനിക്കുന്നത് ആ ട്രയാങ്കിളിൻ്റെ ആംഗിളാണ്. The angles of a triangle determine the ratio of its sides. ഇനി നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആംഗിൾസ് നോക്കാം. സൈൻ 45. സ്റ്റാൻഡേർഡ് ആംഗിൾസ് പറയുന്നതിന് മുന്നേ സൈൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, സൈൻ ഓഫ് എൻ ആംഗിൾ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ഞാൻ ആദ്യം പറയാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ABC എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇതാണ് തീറ്റ. അപ്പോൾ എനിക്ക് സൈൻ ഓഫ് തീറ്റ കണ്ടുപിടിക്കണം. സൈൻ ഓഫ് തീറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈപ്പോട്ന്യൂസ്. ഈ BC ഇല്ലേ, ഈ BC ഇതാണ് നമ്മുടെ ഹൈപ്പോട്ന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ adjacent സൈഡ്. ഇവിടെ adjacent സൈഡ് ഏതാണ്, BA അല്ലെങ്കിൽ AB. AB ആണ് ഇവിടെ adjacent സൈഡ്, ഈ തീറ്റൻ്റെ തൊട്ടടുത്തുള്ള സൈഡ്, തീറ്റ ചേർന്ന് വരുന്ന സൈഡ്. സോ adjacent സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent സൈഡ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് സൈൻ 45, കോസ് 45, സൈൻ 30, കോസ് 60 അല്ലെങ്കിൽ സൈൻ 60 അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ സൈൻ 45 ആദ്യം എഴുതാം. സൈൻ 45 ഡിഗ്രി ഈക്വൽ ടു സൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ എൻ്റെ റേഷ്യോ എഴുതിയിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 1, ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ √2. സോ 1/√2. ഓക്കെ, ഇനി കോസ് 45, കോസ് 45 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. സോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 45 എങ്കിൽ അതിൻ്റെ adjacent സൈഡ് എന്ന് പറയുന്നത് ഈ 1 ആണ്. സോ 1/√2 അല്ലേ. സോ 1/√2. അപ്പോൾ സൈൻ 45ഉം കോസ് 45ഉം സെയിം ആണ്. ഇനി നമുക്ക് ടാൻ 45 എന്താണെന്ന് നോക്കാം. ടാൻ 45, ടാൻ 45 ഡിഗ്രി. ടാൻ 45 എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. സോ സൈനും 1/√2 ആണ്, കോസും 1/√2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent സൈഡ്, അതായത് 1/1.
അപ്പോൾ 1 തന്നെ കിട്ടും. സോ നമുക്ക് 45 ഡിഗ്രി വെച്ചിട്ടുള്ള സൈനും കോസും ടാനും ഇവിടെ കിട്ടി. ഇനി നമുക്ക് അടുത്തത് സൈൻ 30 എന്താണെന്ന് നോക്കാം. സൈൻ 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ ട്രയാങ്കിളിൽ സൈൻ 30 എന്ന് പറയുമ്പോൾ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, 1/2. ഇനി കോസ് 30 എന്താണെന്ന് നോക്കാം. കോസ് 30 ഡിഗ്രി. കോസ് 30 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ 30യുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ്, ദാറ്റ് ഈസ് √3. സോ √3 ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 2. സോ √3/2. ഇനി ടാൻ 30 എന്താണെന്ന് നോക്കാം. ടാൻ 30 ഡിഗ്രി. ടാൻ 30 എന്ന് പറയുമ്പോൾ സൈൻ ബൈ കോസ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ 1/√3. സോ നമ്മളിവിടെ സൈൻ 30യുടെയും കോസ് 30യുടെയും ഒക്കെ വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സൈൻ 60 എന്താണെന്ന് നോക്കാം. സൈൻ 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ. സോ √3/2. √3/2. ഇനി കോസ് 60 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 60യുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ്, ഹൈപ്പോട്ടന്യൂസ് ഇത്. സോ 1/2. ഇനി ടാൻ 60 ഡിഗ്രി എന്താ, ടാൻ 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സോ √3/1, അതായത് √3. അപ്പോൾ നമുക്ക് ടാൻ 60, സൈൻ 60, കോസ് 60 ഒക്കെ കിട്ടി. ഇനി നമുക്ക് അടുത്തത് ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ഒരു സാധനം നോക്കുമ്പോൾ നമ്മുടെ വിഷൻ എപ്പോഴും പാരലൽ ടു ദി ഗ്രൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ട്രീനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വിഷൻ ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മുടെ തൊട്ട് മുകളിലുള്ള സാധനം, മുകളിലേക്ക് നോക്കണമെങ്കിൽ നമ്മുടെ ഈ വിഷൻ നമ്മളൊന്ന് മുകളിലേക്ക് റൈസ് ചെയ്യണം അല്ലേ. നമ്മൾ ഇവിടെ ഒരു സാധനമാണ് നോക്കണം എന്ന് വെച്ചാൽ നമ്മൾ ആ റൈസ് ചെയ്യണം. ഓക്കെ, സോ ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ആംഗിൾ ഓഫ് എലിവേഷൻ. ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇപ്പം നമ്മളുള്ളത് മുകളിലാണ്, മുകളിൽ ഒരു ടവറിൻ്റെ മുകളിലോ എങ്ങനെയാണ് നമ്മളുള്ളത്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ലൈൻ ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പാരലൽ ടു ഗ്രൗണ്ട് ആയിരിക്കും. ഇനി നമുക്ക് താഴത്തെ ഒരു സാധനമാണ് നോക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ താഴോട്ട് വ്യൂ താഴ്ത്തണം അല്ലേ. അപ്പം ഈ ആംഗിളിനാണ് എന്ത് പറയുക, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ക്ലിയർ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇൻ ദ ഫിഗർ ആംഗിൾ പി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് ഇവിടെ 90 ഡിഗ്രിയാണ്. ആംഗിൾ PRQ, അതായത് ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. PQ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ PQR? ഈ ആംഗിളിൻ്റെ മെഷർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ സം എന്താണ്, സം ഓഫ് ദി ആംഗിൾസിൻ്റെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അല്ലേ. സം ഓഫ് ദി ആംഗിൾസിൻ്റെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ഇവിടെ ഇത് 90 ആണ്, ഇത് 30 ആണ്. അങ്ങനെയെങ്കിൽ ഈ PQR എന്ന് പറയുന്ന ആംഗിൾ എത്ര ആയിരിക്കണം, 60 ആയിരിക്കണം. സോ ദിസ് ഇസ് 60 ഡിഗ്രി. സോ ആംഗിൾ PQR എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഓഫ് ദി സ്ക്വയർ? അപ്പം നമുക്കിവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇതൊരു സ്ക്വയർ ആണ്. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയഗണലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആദ്യം സ്ക്വയറിൻ്റെ ലെങ്ത് എന്താണെന്ന് നോക്കാം. ഇത് 2 ആണ്. ഇതെന്തായിരിക്കും അപ്പോൾ 2√3 ആയിരിക്കും അല്ലേ, 2√3 ആയിരിക്കും. ഇതെന്താണ് അപ്പോൾ QR എന്ന് പറയുന്ന ഈ ലെങ്ത് എന്തായിരിക്കും, QR എന്ന് പറയുന്ന ഈ ലെങ്ത് എന്തായിരിക്കും, 2 × 2, അതായത് 4 ആയിരിക്കും. കാരണം ഇത് 60 ഡിഗ്രി, 30 ഡിഗ്രി, 90 ഡിഗ്രി എന്നുള്ള ട്രയാങ്കിൾ ആണ്. സോ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 1:√3:2 ആണ്. അപ്പം നമുക്ക് ഇത് 2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ, 2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് 2√3 ആൻഡ് ദിസ് ഇസ് 4.
സോ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 4 ആണ് നമുക്ക് കിട്ടി. സ്ക്വയറിൻ്റെ ഒരു സൈഡ് 4 ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ ഡയഗണലിൻ്റെ ലെങ്ത് ആണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ സ്ക്വയർ ആകുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ് അല്ലേ? ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ആൻഡ് ഇത് ടോട്ടൽ ഈ ആംഗിൾ 90 ആണ്. സോ ഈ ഡയഗണൽ കട്ട് ചെയ്യുമ്പോൾ ഈച്ച് ആംഗിൾ വിൽ ബി 45 ഡിഗ്രി. സോ ഇത് 45 ആണ്, ഇത് 45 ആണ്. സോ ഇത് 4 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 4 ആയിരിക്കും. സോ ദിസ് വിൽ ബി 4√2 അല്ലേ? നമ്മൾ വേറൊരു ട്രയാങ്കിൾ ഇപ്പോൾ നമുക്ക് കിട്ടി അല്ലേ? ഈ ട്രയാങ്കിൾ കിട്ടി സച്ച് ദാറ്റ് അതിൻ്റെ ആംഗിൾസ് എങ്ങനെയാണ്? 45, 45, 90. സോ അതിൻ്റെ സൈഡ്സ് എന്ത് റേഷ്യോയിലായിരിക്കും? 1:1:√2 ആയിരിക്കും. സോ ദിസ് ഇസ് 4√2. അപ്പോൾ ഡയഗണലിൻ്റെ QRST എന്ന QRST എന്ന സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് 4√2 ആണ്. സോ ദ ആൻസർ ഇസ് 4√2. 4√2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. In the parallelogram ABCD, AB equal to 8 cm. AB എന്ന് പറയുന്നത് 8 cm ആണ്. ആൻഡ് BC equal to 10 cm. ആംഗിൾ C എന്ന് പറയുന്നത് 135 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം A ടു ദി സൈഡ് BC? ഇവിടെ പാരലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? സോ ഈ ആംഗിളും 135 ഡിഗ്രിയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാണ്. സോ ഈ ആംഗിൾ 90 ഡിഗ്രിയും ഇത് 45 ഡിഗ്രിയുമായി മാറി. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ ABE എന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, അങ്ങനെയാണെങ്കിൽ ഇതും 45 ഡിഗ്രി ആയിരിക്കും അല്ലേ? സോ കൺസിഡർ ട്രയാങ്കിൾ ABE. ട്രയാങ്കിൾ ABE കൺസിഡർ ചെയ്യുമ്പം നമുക്കറിയാം അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണ്. അതായത് BE AE AB. ഇവിടെ AB നമുക്ക് 8 എന്നറിയാം. നമുക്ക് AE ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് BE AE എന്താണ്? AB 8 എന്നറിയാം. സോ AE/8 ഈക്വൽ ടു 1/√2 ആയിരിക്കും. ഞാൻ ഇത് രണ്ടും കൺസിഡർ ചെയ്തു. AE/8 ഈക്വൽ ടു 1/√2 ആണ്. സോ AE എന്ന് പറയുന്നത് 8/√2 ആണ്. ഓക്കെ, സോ AE അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം A ടു ദി സൈഡ് BC എന്ന് പറയുന്നത് എത്രയാണ്? 8/√2. ഇനി നമുക്ക് അടുത്ത് ഏരിയ ഓഫ് പാരലോഗ്രാം അറിയണം. ഓക്കെ, ഏരിയ ഓഫ് ദി പാരലോഗ്രാം. സോ ഇത് ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് ദി പാരലോഗ്രാം. സോ ഏരിയ ഓഫ് പാരലോഗ്രാം എന്താണ്? ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈക്വൽസ് ബേസ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ബേസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ 10 ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഈ AE. ഓക്കെ, അത് 8/√2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 80/√2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇൻ ദി ട്രയാങ്കിൾ ABC, ആംഗിൾ B എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ആൻഡ് AC എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. BC എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് സൈൻ A കണ്ടുപിടിക്കണം. സൈൻ A എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ A എന്നുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 3/5 അല്ലേ? 3/5. സൈൻ A എന്ന് പറയുന്നത് 3/5 ആണ്. ഇനി ടാൻ A എന്താണ്? ടാൻ A എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. സോ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം അല്ലേ? അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. സോ AB സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, that is 25 minus 9, that is 16.
അപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. സോ എ ബി എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. സോ എ ബി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് വേഗം ടാനെ കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3 ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ടാൻ എ ഈസ് 3/4, സൈൻ എ ഈസ് 3/5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി ഫിഗർ ഡയഗണൽസ് ഓഫ് ദി റോംബസ് എ ബി സി ഡി ഇൻ്റർസെക്ട് അറ്റ് പി. പി എന്നുള്ള പോയിന്റിൽ നമ്മുടെ ഈ റോംബസ് എന്ന് പറഞ്ഞാൽ എന്താ? പാരലോഗ്രാം ആണ് വിത്ത് ഓൾ സൈഡ്സ് ഈക്വൽ. സോ ഇത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ ലെങ്ത്തും 4 ആണ്, ഇതും 4 ആണ്, ഇതും 4 ആണ്. ഓക്കെ, ആൻഡ് എ ഡി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ പി എ ഡി 30 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ പി ഡി? എ പി ഡിയുടെ മെഷർ കണ്ടുപിടിക്കണം. ഡയഗണൽസ് ഓഫ് എ റോംബസ് പെർപെൻഡിക്കുലർ ആണ്. ഡയഗണൽസ് ഓഫ് എ റോംബസ്. സോ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ പി ഡി ആണ്. ആംഗിൾ എ പി ഡി ഈക്വൽ ടു 90 ഡിഗ്രി. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് പി ഡി? പി ഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കിത് 90 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. സോ പി ഡി എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്. ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30, 60, 90. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അല്ലേ? അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താണ്? 1:√3:2. അപ്പം നമുക്കിവിടെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് തന്നിട്ടുണ്ട്, അതായത് 4 ആണ്. സോ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൻ്റെ ലെങ്ത് എന്തായിരിക്കും? 2 ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി 2√3. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡാണ് പി ഡി അല്ലേ? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് പി ഡി. സോ പി ഡി എന്ന് പറയുന്നത് 2 ആണ്. പി ഡി എന്ന് പറയുന്നത് 2 ആണ്. സോ ഈ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് പി ഡി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ എ സി? എ സി എന്ന ഡയഗണലിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. എ സിയുടെ ലെങ്ത് അറിയണമെങ്കിൽ എ പിയുടെ ലെങ്ത് നമുക്ക് അറിയണം അല്ലേ? എ സി എന്ന് പറഞ്ഞാൽ ഈ ലോങ് ലെങ്ത് ആണ്. അപ്പം എ പി പ്ലസ് പി സി ആണ് എ സി അല്ലേ? നമുക്ക് ആദ്യം എ പി എന്താണെന്ന് നോക്കാം. എ പി എന്താണെന്ന് നമുക്ക് ഈ റേഷ്യോ നോക്കിയാൽ തന്നെ കിട്ടും. സോ ദിസ് ഇസ് 2:2√3:4 ആണ്. സോ പി ഡി 2 ആണ്. എ പി എന്ന് പറയുന്നത് എന്താണ്? 2√3 ആണ്. സോ എ പി ഈസ് 2√3. എ പി ഈക്വൽ ടു 2√3. റോംബസിൻ്റെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. റോംബസിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ മാത്രമല്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കൂടിയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് കൂടിയാണ്. സോ എ പിയുടെ ലെങ്ത് തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? എ പി ഈക്വൽ ടു പി സി ആയിരിക്കും. സോ എ സി എന്ന് പറയുന്നത് എ പി പ്ലസ് പി സി ആണ്. അതായത് 2√3 പ്ലസ് 2√3 ആണ്. ദാറ്റ് ഇസ് 4√3. ഇൻ ദ ഫിഗർ ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. എ ഡി ഇ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. എ ഇ ഡി എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. എ സി ഇ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ആൻഡ് ബി ഡി ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. ബി ഡി ഈസ് 9 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ഡി? ഈ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. 45 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താണ്? 1:1:√2. അപ്പോൾ നമുക്കിവിടെ ബി ഡി എന്ന സൈഡ് തന്നിട്ടുണ്ട്, അത് 9 ആണ്. സോ 9:9:9√2 അല്ലേ? 9:9:9√2. അപ്പോൾ ഈ സൈഡ് 9 ആണ്, ഇത് 9 ആണ്, ഇത് 9√2 ആണ്. സോ എ ഡിൻ്റെ ലെങ്ത് എന്താണ്? എ ഡിയുടെ ലെങ്ത് 9 ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി ഡി? സി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ,
സി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എ ഡി സി എന്ന ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എ ഡിയുടെ ലെങ്ത് അറിയാം. എ ഡിയുടെ ലെങ്ത് 9 ആണ്. പിന്നെ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ് അല്ലേ? ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 60 ആയിരിക്കും. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ആൻഡ് ദിസ് ഇസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളുടെ ആംഗിൾസ് എങ്ങനെയുള്ളത്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ സൈഡ്സ് എങ്ങനെയായിരിക്കും? 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എ ഡി, ആൻഡ് 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് സി ഡി, ആൻഡ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എ സി അല്ലേ? സോ ഇവിടെ നമുക്ക് അറിയാവുന്നത് എ ഡി ആണ്. എ ഡി എത്രയാണ്? 9 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റേഷ്യോസ് എങ്ങനെ വരണം? 30, 60, 90 എന്നുള്ള ട്രയാങ്കിളുടെ റേഷ്യോസ് എങ്ങനെയായിരിക്കണം? 1:√3:2 ആയിരിക്കണം അല്ലേ? 1:√3:2 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ 9 ആണെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ സി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 9√3 ആയിരിക്കും. ആൻഡ് എ സി എന്ന് പറയുന്നത് 9:18 ആയിരിക്കും. സോ നമുക്കിവിടെ ലെങ്ത് ഓഫ് സി ഡി കിട്ടി. എത്രയാണ്? 9√3. എത്രയാണ്? 9√3 സെൻറ്റിമീറ്റർ. ഇനി വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി ഇ? അപ്പം നമുക്ക് സി ഡി എന്താ കിട്ടിയത്? സി ഡി 9√3 എന്ന് കിട്ടി. ആൻഡ് എ സി എത്രയാണ്? 18. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി ഇ? ഇനി സി ഇയുടെ ലെങ്ത് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. എ ഡി ഇ. ഈ ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ ഡി ഇ കണ്ടുപിടിക്കും. ഓക്കെ, ഡി ഇ കണ്ടുപിടിക്കും. എന്നിട്ട് സി ഡി നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ. സി ഡി എത്രയാണ്? 9√3 ആണ്. അപ്പം 9√3യിൽ നിന്ന് നമ്മൾ ഡി ഇ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സി ഇയുടെ ലെങ്ത് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം വി നോ ദാറ്റ് എ ഡി എന്താണ്? എ ഡി 9 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് 9 ആണ്. സോ എ ഡി 9 ആണ്. സോ ദിസ് വിൽ ബി 9/√3 അല്ലേ? ഡി ഇ എന്ന് പറയുന്നത് 9/√3 ആണ്. അപ്പോൾ സി ഇ എന്താണ്? സി ഇ ഈക്വൽ ടു 9√3 മൈനസ് 9/√3. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. മനു ആൻഡ് നന്ദു സ്റ്റാൻഡ് ഓൺ ഐദർ സൈഡ് ഓഫ് എ ബിൽഡിംഗ്. അപ്പം നമുക്കിവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഹൊറിസോണ്ടൽ ലെവൽ വരയ്ക്കുന്നത്. ഓക്കെ, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മുടെ മനു നിൽക്കുന്നുണ്ട്, നന്ദു നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ മനു നിൽക്കുന്നത് ആൻഡ് ഇവിടെയാണ് നമ്മുടെ നന്ദു നിൽക്കുന്നത്. ഓക്കെ, മനു സീസ് ദ ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് അറ്റ് എൻ എലിവേഷൻ ഓഫ് 45 ഡിഗ്രി. അപ്പോൾ മനു ഈ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലോട്ട് നോക്കുകയാണ്. ആൻഡ് ഹി ക്യാൻ സീ ദ ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് അറ്റ് എൻ എലിവേഷൻ ഓഫ് എത്രയാണ്? 45 ഡിഗ്രി. ഇനി അതേപോലെ നമ്മുടെ നന്ദു അപ്പുറത്തെ സൈഡ് നിൽക്കുന്നുണ്ടല്ലോ. അപ്പം നന്ദു സീസ് ഇറ്റ് അറ്റ് എൻ എലിവേഷൻ ഓഫ് 30 ഡിഗ്രി. നന്ദു അത് 30 ഡിഗ്രിയിലാണ് കാണുന്നത്. So Nandu sees it at an elevation of 30 degree. ഇനി എന്താ ക്വസ്റ്റ്യൻ? The distance between the children is 40 meters. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എം എന്നുള്ള ഈ ഡിസ്റ്റൻസ് 40 meters ആണ്. The building and the children are on the same line. Draw a rough figure based on the given details. അപ്പോൾ നമ്മൾ റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? അപ്പോൾ എ എം എന്നുള്ള ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബിൽഡിംഗ്. സോ ദിസ് ഇസ് എ ബി. എ ബിയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാനിവിടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എക്സ് എന്ന് എടുക്കണം കേട്ടോ. എക്സ് എന്ന് എടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മനുവും ഈ ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. കാരണം ഇത് 45 ഡിഗ്രി 90 ഡിഗ്രി എന്നുള്ള ഒരു ട്രയാങ്കിളാണ്. സോ ഇത് എക്സ് ആണെങ്കിൽ
ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. ഇനി ഞാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ എന്താണ്? ഇത് 60 ഡിഗ്രിയാണ്. സോ ഈ ട്രയാങ്കിൾ 60, 30, 90 എന്നുള്ളൊരു ട്രയാങ്കിളാണ്. സോ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? x√3 ആയിരിക്കും. സോ നന്ദുവും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x√3 ആണ്. ഇനി എനിക്കറിയാം എക്സ് പ്ലസ് x√3 ആണ് എന്ത് നമ്മുടെ 40 എന്ന് പറയുന്നത് അല്ലേ? സോ എക്സ് ഇൻറ്റു 1+√3 ആണ് 40. സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 40/1+√3 മീറ്റേഴ്സ്. അപ്പോൾ എക്സ് ആണല്ലോ നമ്മുടെ ഈ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. സോ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 40/1+√3 meters. Next question. A man standing away from the bottom of a tower sees its top at an angle of elevation of 60 degree. Standing back by 100 meters, he sees it at an angle of elevation of 30 degree. ഞാൻ ആദ്യം ഹൊറിസോണ്ടൽ ലെവൽ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി ടവർ, നമുക്കിവിടെ ഒരു ടവർ ഉണ്ട്. ഓക്കെ, എ മാൻ സ്റ്റാൻഡിങ് അവേ ഫ്രം ദി ബോട്ടം ഓഫ് എ ടവർ. അപ്പം നമ്മുടെ മാൻ എന്ന് പറയുന്ന ആൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഹി സീസ് ദി ടോപ്പ് അറ്റ് എൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. അപ്പോൾ ഇയാൾ മുകളിലേക്ക് നോക്കുകയാണ്. ആൻഡ് ഹി സീസ് ദി ടോപ്പ് അറ്റ് എൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. ഇനി കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയി നിന്നു, ഒരു 100 meters പുറകോട്ട് പോയി. എന്നിട്ട് വീണ്ടും ഈ ടവറിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ്. ഓക്കെ, 100 meters പുറകോട്ട് പോയിട്ട് വീണ്ടും മുകളിലോട്ട് നോക്കണം. അപ്പോൾ കാണുന്നത്, അപ്പോൾ ബിൽഡിങ്ങിലോട്ട് നോക്കുന്ന എലിവേഷൻ ഓഫ് 30 ഡിഗ്രിയാണ്. സോ ദിസ് ഇസ് 30 ഡിഗ്രി ആൻഡ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 meters ആണ്. ABCD. അപ്പോൾ ഈ CD എന്ന് പറയുന്നതാണ് 100 meter. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ? അപ്പോൾ എനിക്ക് ഈ AB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എനിക്ക് അറിയില്ല. ഞാൻ ഈ CB എന്നുള്ള ഡിസ്റ്റൻസ് എക്സ് എന്ന് വിളിക്കണം. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. 60, 30, ഇത് 90 ആണല്ലോ. സോ ഇത് 60, ഇത് 60, ഇത് 30. ഈ ലെങ്ത്ത് എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ലെങ്ത്ത് എന്തായിരിക്കും? x√3 ആയിരിക്കും. ഇനി AC എന്ന് പറയുന്നത് എന്തായിരിക്കും? 2x ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കണം? ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കണം അല്ലേ? ഈ ടോട്ടൽ ആംഗിൾ. സോ ഇത് 30 ആണ്, അപ്പോൾ ഇതും 30 ആയിരിക്കും. ഈ വലിയ ട്രയാങ്കിൾ നമുക്കിപ്പോൾ കിട്ടി 30, 60, 90 അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളാണ് അല്ലേ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ടവർ, അതായത് x√3. സോ ദിസ് ഇസ് x√3. ഇനി 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഈ BD എന്ന ഈ ലെങ്ത്, അതായത് 100 + x. ഇനി 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് AD. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ AD എന്ന് തന്നെ വിളിക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും അപ്ലൈ ചെയ്ത് നോക്കാം, എന്നിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ 1/√3 ആണ് x√3/100 + x. അതായത് 100 + x = 3x. സോ 2x എന്ന് പറയുന്നത് 100 ആണ്. സോ x = 50. അപ്പോൾ x എനിക്ക് 50 ആണെന്ന് കിട്ടി. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ എത്രയാണ്? 50√3. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് സീസ് ദ ടോപ്പ് ഓഫ് എ ടവർ അറ്റ് എൻ എലിവേഷൻ ഓഫ് 45 ഡിഗ്രി. ഞാൻ ആദ്യം ഹൊറിസോണ്ടൽ ലെവൽ വരച്ചു. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. അപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട് ഇവർക്ക്. ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത്. ഓക്കെ, സോ ഹി സ്റ്റാൻഡിങ് ഹിയർ. സീസ് എ ടോപ്പ് ഓഫ് എ ടവർ. അപ്പോൾ ഒരു ടവർ ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് ഒരു ടവർ ഉണ്ട്.
അപ്പോൾ ആ ടവറിൻ്റെ മുകൾ ഭാഗം അയാൾ നോക്കുകയാണ് അറ്റ് എൻ എലിവേഷൻ ഓഫ് 45 ഡിഗ്രി. ഓക്കെ, അതായത് ഈ ആംഗിൾ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഇനി ആൻഡ് ഇറ്റ്സ് ബേസ് അറ്റ് എ ഡിപ്രഷൻ ഓഫ് 60 ഡിഗ്രി. അപ്പം ഇനി താഴോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ താഴോട്ട് നോക്കുന്നത് 60 ഡിഗ്രിയിലാണ്. പിന്നെ എന്ത് ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ് ആൻഡ് ദി ടവർ ഈസ് 50 മീറ്റേഴ്സ്. സോ ഈ ഡിസ്റ്റൻസ് 50 മീറ്റർ ആണ്. ഇതാണ് നമ്മുടെ ബിൽഡിങ്. ബിൽഡിങ്ങിനെ ഞാൻ AB എന്ന് വിളിക്കുന്നുണ്ട്, ടവറിനെ ഞാൻ CD എന്ന് വിളിക്കുന്നുണ്ട്. ഇനി വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? അപ്പോൾ AB എന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് 50 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ, ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് രണ്ടും പാരലലാണ്. ഓക്കെ, ആൻഡ് ഇത് ട്രാൻസ്വേഴ്സിൽ വരച്ചിരിക്കുകയാണ്. സോ ദിസ് ഈസ് 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇതിനെ ഞാൻ E എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. സോ ദിസ് ഈസ് 60 ഡിഗ്രി. അപ്പോൾ ഞാൻ ഈ ABC എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. സോ tan 60 എത്രയാണ്? tan 60 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് BC. സോ BC ഈസ് 50. സോ AB ബൈ 50 അല്ലേ? tan 60 എത്രയാണ്? tan 60 എന്ന് പറയുന്നത് √3 ആണ്. സോ AB ഈക്വൽ ടു 50 √3. അതായത് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടിയത്? 50 √3 മീറ്റേഴ്സ്. ഇനി അടുത്തത് നമുക്ക് ഹൈറ്റ് ഓഫ് ദി ടവർ കണ്ടുപിടിക്കണം. അതായത് ഈ CD എന്ന ഈ ലെങ്ത് അല്ലേ? CD എന്ന ഈ ലെങ്ത് കണ്ടുപിടിക്കണം. CD എന്ന് പറഞ്ഞാൽ DE പ്ലസ് EC ആണ്. AB ഈക്വൽ ടു EC ആണ്. ABയും ECയും സെയിം ലെങ്ത് ആണ്. സോ EC നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, അതായത് 50 √3 എന്ന് കിട്ടി. ഇനി നമുക്ക് DE കൂടി കണ്ടുപിടിച്ചാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ടവർ കിട്ടും. അപ്പോൾ DE എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് ADE. ADE എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം tan 45 എന്ത് വരും? tan 45 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് DE ബൈ AE. AE നമുക്കറിയാം 50 ആണ്. AEയും BCയും സെയിം ആണ് അല്ലേ? AEയും BCയും സെയിം ആണ്. സോ അതും 50 തന്നെ ആയിരിക്കും. സോ tan 45 1 ആണ്. സോ 50 ഈക്വൽ ടു DE. ഇപ്പോൾ DEയുടെ ലെങ്ത് നമുക്ക് 50 എന്ന് കിട്ടി. ഓക്കെ, DE 50 എന്ന് കിട്ടി. സോ CD എന്ന് പറയുന്നത് 50 പ്ലസ് 50 √3, അതായത് 50 ഇൻറ്റു 1 പ്ലസ് √3 മീറ്റേഴ്സ്. ഇനി അടുത്തത് എന്താ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഹാവിങ് ആംഗിൾസ് 30, 45, 105? സോ ഇവിടെ ഉദ്ദേശിക്കുന്ന ട്രയാങ്കിൾ ഏതാണെന്ന് വെച്ചാൽ 30 ഡിഗ്രി. ഈ ആംഗിൾ എന്താ? 60 ആണ് അല്ലേ? ഈ ആംഗിൾ 30 ആണ്. ഇത് 60 ആണെങ്കിൽ ഇത് മൊത്തം 90 ആണല്ലോ. സോ ദിസ് വിൽ ബി 30. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇത് 30 ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് 45 ആണ്. ഇനി ഈ 60യും 45 ഡിഗ്രിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 105. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 45 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ആൻഡ് ദിസ് ഇസ് 30 ഡിഗ്രി, ദിസ് ഇസ് 45 ഡിഗ്രി. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ, ദാറ്റ് ഇസ് ട്രയാങ്കിൾ ACD. ഇതിൻ്റെ ആംഗിൾസ് ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് 105 ആണ്, ഇത് 45 ആണ്, ഇത് 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് അറിയാം 50 പ്ലസ് 50 √3 ആണ്. ഈ സൈഡ് എന്തായിരിക്കും? ഇത് 50 ആണ്. സോ ഈ സൈഡ് എന്തായിരിക്കും? 1:1:√2 എന്നുള്ള റേഷ്യോ ആണ്. സോ ദിസ് വിൽ ബി 50 √2. ഇനി ഇവിടെ നോക്കുക, ഈ സൈഡ് എന്തായിരിക്കും? ഇത് 50 √3 ആണ്, ഇത് 50 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് 100 ആയിരിക്കും അല്ലേ? കാരണം 1:√3:2 എന്നുള്ള റേഷ്യോ ആണ്. സോ ദിസ് വിൽ ബി 100. ഈ ലെങ്ത് എത്രയായിരിക്കും? 100 ആണ്. സോ 30 ഡിഗ്രി, 45 ഡിഗ്രി, 105 ഡിഗ്രി, ഇതാണ് നമ്മുടെ ട്രയാങ്കിളുടെ ആംഗിൾസ്. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഏതാണ്? ഇത്, അതായത് 50 √2. 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഏതാണ്? 100 അല്ലേ?
സോ 100. ഇനി 105ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 105 എന്നുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 50 + 50√3 അല്ലേ? സോ 50 + 50√3. ഈ റേഷ്യോനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതെന്താവും? √2 = 1 + √3. അപ്പോൾ ഇതാണ് റേഷ്യോ ഓഫ് ദി സൈഡ്സ്. വിത്ത് ദിസ് വി കം ടു എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ കുറേ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഡു വെൽ ഫോർ ദി എക്സാം. ഓൾ ദ ബെസ്റ്റ്. ബൈ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ബൈ.